നമസ്കാരം. ജ്യോതിർവാണിയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓഗസ്റ്റ് 2 മുതൽ ഓഗസ്റ്റ് 9 വരെയുള്ള ഈ ആഴ്ച കർക്കിടകം രാശിക്കാർക്ക് സാധാരണ ഒരു ആഴ്ചയല്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മനസ്സിൽ ഉണ്ടായിരുന്ന ആശങ്കകൾക്ക് പതിയെ പരിഹാരം കാണുന്ന ഒരു ആഴ്ചയാണിത്. ചിലർക്ക് അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കാം. ചിലർ കാത്തിരുന്ന വാർത്ത ഈ ആഴ്ച കേൾക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു ചെറിയ അശ്രദ്ധ പോലും വലിയ നഷ്ടത്തിലേക്ക് നയിക്കാവുന്ന ചില സാഹചര്യങ്ങളും ഈ വാരം കാണുന്നു. അതുകൊണ്ട് ഈ വാരഫലം അവസാനം വരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ ആഴ്ച ചന്ദ്രന്റെ സഞ്ചാരവും ഗുരുവിന്റെ അനുഗ്രഹവും നിങ്ങളുടെ മനോബലം വർദ്ധിക്കുന്നതാണ്. ശനിയുടെ സ്വാധീനം ചില കാര്യങ്ങളിൽ ക്ഷമ പരീക്ഷിക്കുമെങ്കിലും ഒടുവിൽ വിജയം നിങ്ങളുടെ ഭാഗത്തേക്ക് എത്തും. ഏറെ നാളായി മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ വീണ്ടും മുന്നോട്ട് നീങ്ങിത്തുടങ്ങും. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം രൂപപ്പെടും. തൊഴിൽ മേഖലയിൽ സർക്കാർ ജോലിയോ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലിയോ ചെയ്യുന്നവർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കും. ആദ്യം അത് ഭാരമായി തോന്നിയാലും പിന്നീട് അത് ഉയർച്ചയുടെ ഒരു കാരണമായി തീരും. മേലധികാരികളുടെ പ്രശംസ ലഭിക്കാൻ ഈ വാരം സാധ്യത കാണുന്നു. ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ ഈ വാരം ലഭിക്കും. അഭിമുഖങ്ങളിൽ പങ്കെടുക്കുന്നവർ ആത്മവിശ്വാസം കൈവിടാതെ മുന്നോട്ട് പോകുക. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ നിക്ഷേപങ്ങളിൽ അതിവേഗ തീരുമാനം എടുക്കാതിരിക്കുക. പങ്കാളിത്ത ബിസിനസ്സിൽ തുറന്ന ആശയവിനിമയം ഈ വാരം അനിവാര്യമാണ്. പഴയ കുടിശ്ശികകൾ തിരികെ ലഭിക്കാൻ ഈ വാരം സാധ്യത കാണുന്നു. പുതിയ ഉപഭോക്താക്കളിലൂടെ വരുമാനം വർദ്ധിക്കുന്നതായി ഈ വാരം കാണുന്നു. ഓൺലൈൻ ബിസിനസ് നടത്തുന്നവർക്ക് ഈ ആഴ്ച പ്രത്യേക നേട്ടം ലഭിക്കുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ വരുമാന വർധനയുടെ സൂചനകൾ ഈ വാരം കാണുന്നു. അതോടൊപ്പം അപ്രതീക്ഷിത ചിലവുകളും ഈ വാരം വന്നു ചേരാം. ആഡംബര ചെലവുകൾ നിയന്ത്രിക്കുന്നത് ഈ വാരം ഗുണം ചെയ്യും. ഭൂമി, വീട്, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഈ വാരം നിങ്ങൾക്ക് ഉണ്ടാകാം. പഴയ കടബാധ്യത കുറയ്ക്കാനുള്ള അവസരം ഈ വാരം നിങ്ങൾക്ക് വന്നു ചേരും. കുടുംബജീവിതത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും അതെല്ലാം വേഗത്തിൽ അവസാനിക്കുന്നതാണ്. മാതാപിതാക്കളുടെ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ ഈ വാരം നൽകുക. സഹോദരങ്ങളുമായി ബന്ധം കൂടുതൽ ശക്തമാകും. വീട്ടിൽ ഒരു മംഗളകർമ്മമോ സന്തോഷ വാർത്തയോ ഉണ്ടാകാൻ ഈ വാരം സാധ്യത കാണുന്നു. ദാമ്പത്തിക ജീവിതത്തിൽ പരസ്പര വിശ്വാസം ഈ വാരം കൂടുതലായി വർദ്ധിക്കുന്നു. പ്രണയ ജീവിതത്തിൽ മനസ്സിലുള്ള കാര്യം തുറന്നു പറയാൻ അനുയോജ്യമായ ഒരു വാരമാണ്. തെറ്റിദ്ധാരണകൾ മാറി വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ആലോചനകൾ വരാൻ ഈ വാരം സാധ്യത കാണുന്നു. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ഏകാഗ്രത ഈ വാരം ലഭിക്കുന്നു. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ ഈ വാരം നല്ല സമയമാണ്. അധ്യാപകരുടെ പിന്തുണ ഈ വാരം നിങ്ങൾക്ക് ലഭിക്കും. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് പ്രതീക്ഷ നൽകുന്ന വാർത്തകൾ ഈ വാരം ലഭിക്കാം. ആരോഗ്യകാര്യങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഒന്നും ഈ വാരം കാണുന്നില്ലെങ്കിലും ഉറക്കക്കുറവും മാനസിക സമ്മർദ്ദവും ഒഴിവാക്കാൻ ഈ വാരം ശ്രദ്ധിക്കുക. ഭക്ഷണക്രമം ഈ വാരം ശ്രദ്ധിക്കുക. വയറുമായി ബന്ധപ്പെട്ട ചെറിയ അസ്വസ്ഥതകൾ ഈ വാരം നിങ്ങൾ അവഗണിക്കാതിരിക്കുക. ദിവസവും കുറച്ച് സമയം നടക്കുകയോ വ്യായാമം ചെയ്യുകയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വാരം ഗുണം ചെയ്യും. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് രേഖകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. വിസ, ജോലി, പഠനം എന്നിവയുമായി ബന്ധപ്പെട്ട കാത്തിരിപ്പുകാർക്ക് ഈ വാരം അനുകൂലമായ സൂചനകൾ ലഭിക്കുന്നതായും കാണാം. ഈ ആഴ്ച ചിലർ കർക്കിടകം രാശിക്കാർക്ക് ഒരു അപ്രതീക്ഷിത ഫോൺ കോളോ സന്ദേശമോ ജീവിതത്തിലെ പുതിയ അധ്യായത്തിന് തുടക്കമാകാം.
ഏറെ നാളായി പ്രതീക്ഷിച്ച ഒരാളുടെ സഹായം ലഭിക്കാനും ഈ വാരം സാധ്യത കാണുന്നു. നഷ്ടപ്പെട്ട ആത്മവിശ്വാസം തിരികെ ലഭിക്കുന്ന ഒരു ആഴ്ച കൂടിയാണ്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പങ്കുവയ്ക്കാതിരിക്കുക. നിങ്ങളുടെ വിജയത്തെ അസൂയയോടെ കാണുന്ന ആളുകൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാകും. അതുകൊണ്ട് പദ്ധതികൾ രഹസ്യമായി മുന്നോട്ട് കൊണ്ടുപോകുക. ഈ ആഴ്ച ചെയ്യേണ്ട ആത്മീയ പരിഹാരം: എല്ലാ ദിവസവും രാവിലെ ഓം നമോ നാരായണായ എന്ന മന്ത്രം 108 പ്രാവശ്യം ജപിക്കുക. തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ ജലാഭിഷേകം നടത്തുന്നതും ഈ ആഴ്ച ശുഭകരമായി കാണുന്നു. കഴിയുമെങ്കിൽ വെള്ള വസ്ത്രം ധരിക്കുകയോ പാലോ അരിയോ ദാനം ചെയ്യുകയോ ചെയ്യുക. ഭാഗ്യദിനം തിങ്കളാഴ്ച, വ്യാഴാഴ്ച. ഭാഗ്യനിറം വെള്ള, ഇളം പച്ച. ഭാഗ്യസംഖ്യ 2, 7. ഭാഗ്യദേവത മഹാദേവനും മഹാവിഷ്ണുവും. ഈ ആഴ്ചയുടെ അവസാനം നിങ്ങൾക്ക് മനസ്സിൽ സമാധാനവും ആത്മവിശ്വാസവും വർദ്ധിക്കുന്നതായി കാണാം. ദൈവവിശ്വാസത്തോടെ മുന്നോട്ടു പോകുന്നവർക്ക് നല്ല അവസരങ്ങൾ ഈ വാരം തുറന്നു വരും. ക്ഷമയോടെ പ്രവർത്തിച്ചാൽ ഈ ആഴ്ചയിലെ ചെറിയ ശ്രമങ്ങൾ പോലും ഭാവിയിൽ വലിയ വിജയത്തിൻ്റെ അടിത്തറയാകും. ഈ വാരഫലം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ഐക്കൺ അമർത്തൂ. നിങ്ങളുടെ നക്ഷത്രവും അനുഭവവും കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. അടുത്ത വാരഫലവുമായി വീണ്ടും കാണാം. നന്ദി.